ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ സൗണ്ടും കൂടെ ഒന്ന് ബേസ് കൂട്ടി ഒരു ഇച്ചിരി കൂടെ നന്നാക്കി ഒരു ഹാഫ് ഡിലേ കൂടെ കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത് എന്തിനാണ്? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗത്തിന് ശേഷം അല്ല, ആകാശ ആരോഹണത്തിന് ശേഷം നീണ്ട 500 വർഷക്കാലം 5 നൂറ്റാണ്ട് കാലത്തോളം ലോകത്തൊരു പ്രവാചകന്മാര് ഇല്ലാതെ, ആ പ്രവാചകത്വത്തിന്റെയും നന്മയുടെയും പ്രകാശമില്ലാതെ ലോകം മുഴുവനും അന്ധവിശ്വാസത്തിന്റെയും അധാർമികതയുടെയും ഇരുട്ടിൽ കഴിയുമ്പോഴാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകനില്ലാത്ത 500 വർഷക്കാലം. മലയാളത്തിന്റെ മഹാകവി വള്ളത്തോളിന്റെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ, പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കരി മരുപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരൻ നടുന്നു വൃക്ഷത്തെ തനിക്കു പാന്തരായി വരുന്നവർക്ക് വിശ്രമത്തിനായി. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാരൻ ഒരു തണലന്വേഷിച്ച് നടന്നു പോകുന്ന മരുഭൂമിയുടെ അവസാന ഭാഗങ്ങളിൽ കാണുന്ന ഒരു തണൽ വൃക്ഷം പോലെ എല്ലാവരും തണൽ ആഗ്രഹിച്ചു പോയ, വെളിച്ചം ആഗ്രഹിച്ചു പോയ നൂറ്റാണ്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ്റാണ്ടിന് വെളിച്ചമായി നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തപ്പെടുമ്പോൾ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയുടെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തി കിഴക്കും പടിഞ്ഞാറും മശ്രിക്കും മഗ്രിബും നാടും നഗരവും കുരുവിയും കാതലും കടലും കടലാടിയുമൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരിഭാവനമായ സ്തുതിഗീതങ്ങൾ പാടിപ്പുകഴ്ത്തപ്പെടുമ്പോ, ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ പ്രമാണിയായ അബ്ദുൽ മുത്തലിബിന്റെ സുന്ദരനായ മകൻ അബ്ദുല്ലായുടെ സുമുഖിയായ ഭാര്യ ആമിന റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭപാത്രത്തിൽ ഉദയം ചെയ്ത ആ കാലഘട്ടം മുതൽ ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭാശയത്തിൽ ഉദയം ചെയ്ത, പിന്നീട് ആ ഗർഭാശയത്തിൽ നിന്ന് ലോകത്തിന്റെ വസന്തമായി പിറവിയെടുക്കപ്പെട്ട് അറേബ്യയുടെ ഗ്രാമ സംസ്കാരം പോലെ അങ്ങകലെ ഹലീമത്ത് സഅദിയ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ മുലയൂട്ടാൻ വേണ്ടി കൊടുത്തുവിടപ്പെടുമ്പോ, പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലെ ശാലീന സൗന്ദര്യം പഠിപ്പിക്കുവാനും ഗ്രാമത്തിന്റെ സംസ്കാരം പഠിപ്പിക്കുവാനും നഗരത്തിലെ കുട്ടികളെ ഗ്രാമവാസികൾ ദത്തെടുത്തു കൊണ്ടുപോയി മുലയൂട്ട് കൊടുത്തു തിരിച്ചു കൊടുക്കുന്ന അറേബ്യൻ കുലസംസ്കാരത്തിന്റെ പിന്നണിയാള് പോലെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് നമുക്ക് ചിരപരിചിതമായ മക്ക നഗരത്തിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ തായിഫിലേക്ക് പോകുന്ന വഴിയിൽ, സുഖവാസ കേന്ദ്രമായ ശീതളിമയുള്ള തായിഫിലേക്ക് പോകുന്ന വഴിയിൽ 80 കിലോമീറ്റർ അകലെ ബനൂ സായിദ ഗോത്രം താമസിക്കുന്ന ഗ്രാമാന്തരീക്ഷത്തിൽ ഹലീമത്തു സഅദിയ എന്ന് തന്നെ മുലയൂട്ടാൻ വേണ്ടി പോയ ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹ, ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹുന്ന അജ്മഈൻ, ആ ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹയുടെ ബനൂ സായിദ ഗോത്രത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള തൊട്ടിലിൽ കിടന്നുകൊണ്ട് താരാട്ട് പാടപ്പെടുന്ന കാലത്ത് പോലും ഷൈമ എന്ന പേരുള്ള 6 വയസ്സുള്ള ഹലീമത്ത് സഅദിയയുടെ പൊന്നുമോള് താരാട്ട് പാടുമ്പോ, തൊട്ടിലിൽ കിടന്ന് താരാട്ട് പാടപ്പെടുന്ന കാലം മുതലേ അല്ലാഹുവിന്റെ റസൂലിനെ ഹലീമത്ത് സഅദിയയുടെ 6 വയസ്സുള്ള ഷൈമ എന്ന പേരുള്ള ആ പെൺകുട്ടി താരാട്ട് പാടിയ പാട്ടേതാ? യാ റബ്ബനാ ബഖി അഖി മുഹമ്മദാ ഹത്താ റആഹു നാഫിഅൻ വഅംറദാ هذا خلي لم تلده أمي. എന്റെ ഉമ്മ പ്രസവിച്ചില്ലെങ്കിലും ഉമ്മയുടെ ഗർഭാശയത്തിൽ പ്രസവമെടുക്കപ്പെട്ടതുപോലെ എന്റെ ജീവിതത്തിന് വസന്തമായി, ആശയായി, പ്രത്യാശയായി, പ്രതീക്ഷയായി കടന്നു വന്ന യാ റസൂലല്ലാഹ് എന്ന് ജീവിതത്തിന്റെ പ്രഥമ കാലഘട്ടത്തിൽ തൊട്ടിലിൽ കിടന്ന് താരാട്ട് പാടപ്പെട്ട കാലം മുതലേ സ്തുതിയുടെ ഏറ്റവും വലിയ നായകനായി കടന്നു വന്ന, സ്തുതിക്കപ്പെടാൻ വേണ്ടി മാത്രം കടന്നു വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ സംസ്കാരത്തിന്റെ പ്രതിനിധിയായി പറഞ്ഞു വിട്ടതിന്റെ പരമപ്രധാനമായ ലക്ഷ്യമേടാ. ആ ലക്ഷ്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞത് ഇങ്ങനെയാ: ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ മക്കയിലേക്ക് പറഞ്ഞു വിട്ടത് കിസ്റയെ പിടിച്ചടക്കാനല്ല, നാഗരികത രൂപാന്തരപ്പെടുത്താനല്ല, അബൂജഹലിനോട് പടവെട്ടാനല്ല, കഅബാലയത്തിന്റെ നിർമ്മാണത്തിനല്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ അവതരിപ്പിച്ചതിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് മറ്റൊന്നുമല്ല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. നിങ്ങളിൽ തന്നെയുള്ള ഗോത്രത്തിൽ നിന്നൊരു പ്രവാചകനെ നിങ്ങളിലേക്ക് ഞാൻ നിയോഗിച്ചത് അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യമേതാ? യത്ലൂ അലൈഹിം ആയാതിഹി യത്ലൂ അലൈഹിം ആയാതിഹി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തു കൊടുത്തു. വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഖുർആനിന്റെ മാസ്മരികമായ വിപ്ലവത്തിന്റെ തീജ്വാലകളെ പടത്തിവിട്ട് ആ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന കാട്ടാളനായ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഹൃദയത്തിന് സംസ്കരണം കൊടുത്ത അല്ലാഹുവിന്റെ ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ജിബ്രീലിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ അവതരിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ ഓതി കൊടുക്കുക. ആ ഖുർആൻ ആയത്തുകൾ പഠിച്ചു കഴിയുമ്പോ വയുസക്കീഹിം, അവർക്ക് ആദ്യമായ സംസ്കരണം നൽകി കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം നാം ആഘോഷിക്കുമ്പോ ഈ കെട്ടിപ്പൊക്കിയ തോരണങ്ങളിലല്ല, മുട്ടിപ്പാടിയ ഗാനങ്ങളിലല്ല, ആറ്റുവിളിച്ച മുദ്രാവാക്യങ്ങളിലല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷത്തിന്റെ മർമ്മപരമായ കാണ്ഡം നിലനിൽക്കുന്നത് യത്ലൂ അലൈഹിം ആയാതിഹി. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ പാരായണം ചെയ്തു കൊടുത്തു. അതുവഴി വയുസക്കീഹിം, അവർക്ക് തസ്കിയത്ത് നടത്തുക. അശ്ലീലതയുടെയും ആഭാസത്തിന്റെയും അനാവശ്യത്തിന്റെയും മടപ്പുറങ്ങളിൽ നിന്ന് അവരെ അല്ലാഹുവിന്റെ ദീനിന്റെ ജാജ്വലമായ തീരങ്ങളിലേക്ക് പരിവർത്തിക്കപ്പെടാൻ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വിജ്ഞാനത്തെ പഠിപ്പിച്ചു കൊടുക്കാനാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ അവതരിപ്പിച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാനെന്ന് ആത്മാർത്ഥമായി ഞാനൊരു സ്വയം വിചാരണക്ക് തയ്യാറെടുക്കുകയാ. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ഇന്നലെ കൊണ്ടാടിയ ഞാൻ നിങ്ങളുമടക്കമുള്ള ആളുകൾക്ക് പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ നമ്മൾ പാടിപ്പകർത്തുമ്പോ മദ്രസയുടെ കുട്ടികൾ കൊച്ചു കൊടികളുമായിട്ട് നബിദിനാഘോഷത്തിന് വരിവരിയായി കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് നമ്മൾ അതിലൂടെ പ്രകടിപ്പിക്കുമ്പോ ഇന്നലെ ഒരു ദിവസം കൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമാനുഷികത്വത്തിന്റെ അടയാളമായ ആ ഖുർആനിന്റെ ഒരായാത്തുകൾ ഇന്നലെ പാരായണം ചെയ്തിട്ട് ആ ഖുർആനുമായിട്ടാണ് എന്റെ റസൂല് കടന്നു വന്നത്. ആ ഖുർആന്റെ വെളിച്ചത്തിൽ നിന്നൊരു വെളിച്ചത്തെ നമ്മുടെ ഹൃദയവുമായി ചേർത്ത് വെച്ച ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അനുരാഗിയാരാ? ആദ്യമായിട്ട് എന്റെ സഹോദരങ്ങളോടൊരു വിമർശനത്തിന്റെ പ്രഭാഷണമല്ലിട്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു പാണ്ഡിത്യത്തെ കുറിച്ച് പറയാമെന്നതല്ല. എന്നെ ചിരപരിതമായിട്ട് എന്നെ തിരിച്ചറിയുന്ന എന്നെ അടുത്തറിയുന്നവരോട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഒരു പാണ്ഡിത്യം വിളമ്പാൻ വന്നതല്ല ഞാൻ. കാരണം പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, പരിത്യാഗം പറയാ ഞാനൊരു സാത്വികനല്ല, ലാളിത്യം പറയാ ഞാനൊരു സൂഫിയല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല, പ്രണയം പറയാ ഞാനൊരു കാമുകനല്ല, ഇഷ്ക് പറയാ ഞാനൊരു മുഹിബല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. പിന്നെ ഞാനാരാ? വജുദിലി ബിഅഫ്വിക ഹാനൽ ഫഖീറു
വായുടെ അക്ഷരത്തിന്റെ ആവിഷ്കാരങ്ങൾ കൊണ്ട് അനുവാദക ഹൃദയത്തോട് അറിവുകളുടെ ഒരു പകർത്തല് മാത്രം പറയാമെന്നൊരു പരമദരിദ്രൻ എന്ന മേൽവിലാസത്തില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ. ഇന്നലത്തെ നബിദിനത്തിന്റെ ആഘോഷത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം ഉൾക്കൊണ്ടിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തിൽ നിന്ന് ഈ ആയത്തിനോട് പറഞ്ഞ ഏതെങ്കിലും ഒരു സൽക്രമം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ ആയത്തിലൂടെ അള്ളാഹു നിരോധിച്ച ഏതെങ്കിലും ഒരു ദുസ്വഭാവം എന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലേ അങ്ങയോട് ഞാൻ പറഞ്ഞ പ്രണയത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഈ പരിവർത്തനമാണെങ്കിൽ, അള്ളാന്റെ റസൂലിനോട് നമ്മൾ ഇന്നലെ പാടിയ മദഹിന്റെ ഗാനങ്ങൾ അശ്റഖൽ ബദറു അലൈനാ ഫഖതഫതു മിൻഹു ബുദൂറു مثل حسنك ما رأينا كتو يا بدر سروري നബിയെ അശ്റഖൽ ബദറു അലൈനാ ഞങ്ങളുടെ ഈ അന്ധകാര നിമിടമായ തമസ് പിടിച്ചു ഈ ലോകത്തേക്ക് ഒരു പൂർണ്ണചന്ദ്രൻ ഞങ്ങൾ കുതിച്ചുയരുകയാണ്. ഞങ്ങളുടെ ഇരുട്ടാണ്ട് കിടന്ന ഹൃദയത്തിന് വെളിച്ചം നൽകാൻ അന്ധവിശ്വാസം കൊണ്ടും അനാചാരം കൊണ്ടും അശ്ലീലതകൾ കൊണ്ടും ഇരുട്ടുപിടിച്ച നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം നൽകാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന് കഴിഞ്ഞാൽ ഖുർആന്റെ ആയത്തുകൾ പഠിക്കുക, എന്നിട്ട് അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ദുസ്വഭാവങ്ങൾ മാറുക. അതായിരുന്നു പ്രവാചകന്റെ ലക്ഷ്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധിപ്പിച്ച വിപ്ലവം അതാണല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്തിന്റെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ ഹലഖ്തു യാ റസൂലല്ലാഹ് ഹലഖ്തു യാ റസൂലല്ലാഹ് ഞാൻ നശിച്ചുപോയി നബിയേ, ഞാൻ ജീവിതത്തിൽ തകർന്നു പോയി നബിയേ. ആരോടാണ് മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ അനുയായികളുടെ സദസ്സിലിരിക്കുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് ഓടി വന്നിട്ടൊരു സഹാബി പറഞ്ഞു, വത്ത നബിയേ ഹലഖ്തു യാ റസൂലല്ലാഹ് ഞാൻ നശിച്ചുപോയി നബിയേ, എന്നേക്കാ നശിച്ചവൻ ഈ മദീനയിൽ വേറെ ആരുമില്ല. എന്തേ പറയുന്നത്? മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ആണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സാബിത്തേ എന്ത് പറ്റിപ്പോയി സാബിത്തേ, എന്ത് പറ്റിപ്പോയി സാബിത്തേ? മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹുവിന്റെ ഖുർആൻ നിരോധിച്ചൊരു ദുസ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട് നബിയേ, അതുകൊണ്ട് ഹലഖ്തു യാ റസൂലല്ലാഹ് ഞാൻ നശിച്ചുപോയി തിരുദൂതരേ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് ഒരു സഹാബി ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ആ സദസ്സിലേക്ക് ഓടി പരസ്യമായി, രഹസ്യമായിട്ടല്ല, കുമ്പസാരക്കൂട്ടിലല്ല, പരസ്യമായി മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, മദീനത്തെ പള്ളി എന്ന് പറയുന്നത് നമ്മുടെ വയ്യക്കോട് പള്ളിമാര് അത്ര വലിയ പള്ളിയൊന്നുമല്ല, ഒരു ഈത്തപ്പന മരത്തിന്റെ ഓലകൾ മടഞ്ഞുണ്ടാക്കിയ ഒരു കൊച്ചുപള്ളി അവിടെയാണ്. അതാണ് മദീനത്തെ പള്ളി. ആ മദീനത്തെ പള്ളിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. നബിയുടെ അടുക്കൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് സഹാബത്തിരിക്കുമ്പോ ആ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ എല്ലാവരും ഇരിക്കുമ്പോ ഈ വാത് നടക്കുന്ന സദസ്സിൽ ഇപ്പോ ഒരാൾ ഓടി വരിക, ഓടി വന്നിട്ട് പറഞ്ഞു, ഹലഖ്തു യാ റസൂലല്ലാഹ് നബിയെ ഞാൻ നശിച്ചു പോയി നബി, എന്നേക്കാൾ നശിച്ച ആൾ ഈ മദീനയിൽ പറയില്ല. സ്വയം ഏറ്റു പറയാൻ ഒരാൾ ഓടിച്ചു വിട്ടതല്ല, മാനസാന്തരം വന്നിട്ട് ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ദുസ്വഭാവത്തിന്റെ പുഴുക്കുത്തിനെ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നബിയെ ഹലഖ്തു യാ റസൂലല്ലാഹ് ഞാൻ നശിച്ചു നബിയെ, എന്നേക്കാൾ നശിച്ച ആളിനെ ഇപ്പൊ മദീനയിൽ വേറെ ആളുണ്ടാവില്ല. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ രഹസ്യം. തന്റെ മുമ്പിലേക്ക് വന്നിട്ട് മറ്റൊരാളുടെ പിഴവുകൾ തുറന്നു പറയാൻ പാകത്തിൽ പ്രവാചകൻ ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചിരുന്നു. പറയണം, ഈ പയ്യക്കോട് എന്നേക്കാൾ നശിച്ച ഒരാൾ വേറെ ഇല്ല എന്ന് നമുക്ക് സ്വയം തോന്നുമ്പോഴാണ് നമുക്ക് മാറ്റേണ്ടാവുക. എന്റെ നാട്ടിൽ എന്നേക്കാൾ നശിച്ചവൻ ഞാനാണ്, എന്നേക്കാൾ നശിച്ചവൻ വേറെ ഇല്ല, ഏറ്റവും മോശം ഞാനാണ് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ നന്നാവുക. നമ്മൾ നമ്മളെ തന്നെ ബഹുമാനപ്പെട്ട അവറുകളാക്കിയിരുന്ന നമ്മൾ ഒരിക്കലും നന്നാവില്ല. നമ്മളാരാ? നമ്മൾ വളരെ ബഹുമാനപ്പെട്ട അവറുകളാണ്. നമ്മളെല്ലാരും ഇങ്ങനെ അവറുകളായിട്ടിരുന്നാൽ നമ്മൾ ആരും നന്നാവില്ല. നമ്മൾ നന്നാവണമെങ്കിൽ അവനവനെ കുറിച്ച് അവനവനൊരു ബോധം ഉണ്ടാവണം. എന്താ ബോധം? ഇവിടെ പെണ്ണുങ്ങൾക്ക് മറയൊന്നുമില്ലേ? ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ വലിച്ച താഴെ നല്ല മുത്തക്കീങ്ങൾ.
ഇതൊരത്ര നല്ല ഒരു സംവിധാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു മറയെങ്കിലും ഉണ്ടാവില്ല. ഇതിപ്പോ പെണ്ണുങ്ങൾക്ക് ഒരു ഇഖ്ലാസ് ഉണ്ടാവില്ല, ഒരു മറ ഉണ്ടാവണം. അതാണ് എൻ്റെ ഒരു നല്ലത്. ഇതിപ്പോ അയൽക്കൂട്ടം കൂടുന്ന മാതിരിയല്ലോ. ഞാനായതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമത്തിന് വ്യത്യാസമൊന്നുമില്ല. അതിപ്പോ എല്ലാവർക്കും ഒരേപോലെയാണ്. ഞാനായതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല. ഒരടുപ്പവും അതിനകത്തോ അല്ലെങ്കിൽ ഒരു പരിചയവും ഒന്നും ഇസ്ലാമിന്റെ നിയമത്തിന് തടസ്സമല്ല. നിയമം തന്നെയാണ്. ഇനി അത് സൂക്ഷിക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ നശിച്ചു പോയി. അവനവൻ അങ്ങനെ ചിന്തിക്കുക. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവ്. അവനവരെ തന്നെ കുറ്റപ്പെടുത്തുക. നബിയെ ഞാൻ നശിച്ചു പോയി നബിയെ. എന്താണ് കാരണം നബിയെ? ഖുർആൻ മോശമാണ് എന്ന് പറഞ്ഞ സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഖുർആൻ പറഞ്ഞത് എന്നെ കുറിച്ചാണ് നബിയെ, അതുകൊണ്ട് ഞാൻ നശിച്ചു പോയി. മഹാനായ സാബിത്ത് ബിൻ ഖൈസ്, നിങ്ങൾ സലാത്തൊക്കെ ഇതിൽ സഹകരിച്ചില്ല, ഞാൻ പ്രസംഗിക്കില്ല. അത് വേറെ കാര്യം. പരിചയമൊക്കെ അവിടെ ഇരിക്കും, സൗഹൃദം അവിടെ ഇരിക്കും. പ്രസംഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ആ ഒരു പരിചയം ഇതിനകത്ത് പരിഗണനീയമല്ല. സലാത്തൊക്കെ ചൊല്ലി നന്നായിട്ടിരുന്നാൽ നന്നായിട്ട് പ്രസംഗിക്കും, ദുആ ചെയ്യും, പോവും. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ധൃതി എനിക്കാണ്. ചെല്ലൂലേ? എന്താ കബീർ സാറേ ഇവരൊന്നും സലാത്തൊന്നും ചെല്ലാത്തത്? തണുപ്പ് പിടിച്ചിട്ട? ഞാനീ പറയുന്നത് നമ്മുടെ സ്വയം ഞാൻ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ഒരു അല്പനേരം കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കാൻ മാത്രമല്ല. ആ പറയുന്ന ഒരു അല്പസമയമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇതൊരു പരിവർത്തനം ഉണ്ടാക്കണം. യഥാർത്ഥത്തിൽ പറഞ്ഞ നബിയെ, ഖുർആൻ നിരോധിച്ച ഒരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട്. എന്താ ഖുർആൻ നിരോധിച്ച സ്വഭാവം? ഏതാ? ആ സഹാബി എന്ന് പറയുന്ന വിഷയം ഏതാ? നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ഖുർആൻ നിരോധിച്ച സ്വഭാവം. വലാ തഖറബു സിനാ, വ്യഭിചരിക്കരുത്, പലിശ വാങ്ങിക്കരുത്, മദ്യപിക്കരുത്, അന്യനെ കൊല്ലരുത്, നിരപരാധികളെ വധിക്കരുത്. ഇതൊക്കെ ഖുർആൻ നിരോധിച്ച സ്വഭാവമാണ്. വ്യഭിചരിച്ചിട്ടാണോ സഹാബി എന്ന് പറഞ്ഞത്? കള്ളു കുടിച്ചിട്ടാണോ എന്ന് പറഞ്ഞത്? പലിശ വാങ്ങിച്ചിട്ടാണോ എന്ന് പറഞ്ഞത്? അല്ല. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന്, ഞാൻ നശിച്ചു നബിയെ, ഖുർആൻ മോശമാണെന്ന് പറഞ്ഞ ഒരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട്. അത് ഖുർആൻ മോശമാണെന്ന് പറഞ്ഞ സ്വഭാവമാണ്. പറഞ്ഞ സ്വഭാവം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ഞാൻ നശിച്ചു എന്ന് വിലയിരുത്താൻ പറഞ്ഞ സ്വഭാവം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഇവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളാരും അത് നമ്മളെ നശിപ്പിച്ചു കളയുന്ന ഒരു സ്വഭാവമായി നമ്മൾ പരിഗണിക്കാറില്ല. എന്താ സ്വഭാവം? അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ, നബിയെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആളുകളുടെ മധ്യത്തിൽ എന്നെ എല്ലാവരും പുകഴ്ത്തുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ. കേൾക്കണുണ്ടോ നിങ്ങൾ? എനിക്ക് അർഹിക്കപ്പെടാത്ത വിശേഷണങ്ങൾ എനിക്ക് നൽകി പൊതുജന മധ്യത്തിൽ എന്നെ എല്ലാവരും ഇങ്ങനെ പൊക്കി പുകഴ്ത്തി പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയെ. ആർക്കാ ഇഷ്ടമില്ലാത്തത്? ആർക്കാ ഇഷ്ടമില്ല? ഇത് ആർക്കാ ഇഷ്ടമില്ലാത്ത? ഇപ്പൊ കബീർ ബാക്കവിയെ കുറിച്ച് പ്രഭാഷണ കലയിലെ ഹിംസ്ര ജന്തു എന്നൊക്കെ വിളിക്കാറുണ്ട്. അമ്മാതിരി പറയല് നമുക്കൊരു കുളിരു കോരല. ഇനി പ്രസിഡന്റിനെ ഇരുത്തി പറഞ്ഞു, നോട്ടീസ് ഇരുന്നതിൽ ഒരാളുടെ പേരെങ്ങാനും വിട്ടുപോയാൽ ആ കമ്മിറ്റി അങ്ങോട്ടുകൂടി തീർന്നിരിക്കും. ഇനി വെള്ളിയാഴ്ച ഖത്തീബിന്റെ അടുക്കൽ പിരിവിന് പൈസ കൊടുത്തിട്ട് 100 റുപ്യ കൊടുത്തിട്ട് 10 പ്രാവശ്യം വായിച്ചില്ലെങ്കിൽ ഖത്തീബ് എടുത്ത പള്ളി തേടേണ്ടി വന്നിട്ടുണ്ടാവും. ഒരു വാർഡ് യോഗം നടന്നാൽ പോലും എന്ന് വേണ്ട ഏത് കാര്യത്തിലാവട്ടെ, സ്വന്തം വീട്ടിൽ പോലും തന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഭർത്താവ് വെറുതെ പറഞ്ഞ് എന്റെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഇതുവരെയൊക്കെ എത്തി. എല്ലാരും പോയി കഴിയുമ്പോ ഭാര്യ ചോദിക്കും, അപ്പൊ എന്റെ പേര് പറയാത്ത എന്താ? ഇത് എല്ലാവരെയും സമത്തോളം ഇവരുടെ ഉള്ളിലുള്ള എനിക്ക് അർഹിക്കാത്ത വിശേഷണങ്ങൾ നൽകി. നമ്മുടെയൊക്കെ കേരളത്തിന്റെ ഒരു വലിയ സ്വഭാവം ഇത് പറയാൻ വേണ്ടി തന്നെ വാടകയ്ക്ക് ആളെ നിർത്തിയിരിക്കുക. ഇത് പറയാൻ വേണ്ടി തന്നെ മൈക്ക് സ്റ്റേജും കെട്ടപ്പെടുന്നവരുണ്ട്.
വരുന്നതിന് മുമ്പേ ആവശ്യമില്ലാത്ത അനാവശ്യമായ അർഹിക്കപ്പെടാത്ത വിശേഷണങ്ങൾ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയും. ഇതൊക്കെ ഇസ്ലാമിന്റെ ബാലപാഠമാണ്, അപകടമാണ്. അല്ലാഹുവിന്റെ നബിയെ ഖുർആൻ പറഞ്ഞതല്ലേ, ലാ തക്സബന്നല്ലദീന യഫറഹൂന ബിമാ ആതു വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫഅലൂ. ചില ആളുകളുണ്ട് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ആളുകളുടെ മുമ്പിൽ പുകഴ്ത്തി പറയുന്നവർക്ക് വലിയ ഇഷ്ടമാ. ഖുർആൻ അത് പാടില്ല എന്ന് പറഞ്ഞതല്ലേ. യാ റസൂലല്ലാഹ്, ആ സ്വഭാവം എന്റെ മനസ്സിലുണ്ട് നബിയേ. അങ്ങനെ ഖുർആൻ നിരോധിച്ച വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു സ്വഭാവം തന്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, ഹലഖ്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയേ. ആ നിസ്സാരമെന്ന് കരുതുന്ന സ്വഭാവത്തിന്റെ പേര് സ്വന്തം നാശത്തെ കുറിച്ച് പരിതപിച്ച മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാബിത്തേ, നീ നശിച്ചിട്ടില്ല സാബിത്തേ, ഒരിക്കലും നീ നശിക്കുകയില്ല സാബിത്തേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സാബിത്തേ അമാ തറലാ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ സാബിത്തേ. എന്താണ് നബിയേ? അന്ത തഈശു ഹമീദാ വതമൂതു ഷഹീദാ വതദ്ഖുലുൽ ജന്ന. അന്ത തഈശു ഹമീദാ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായി നീ ജീവിക്കും സാബിത്തേ. വതമൂതു ഷഹീദാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നീ രക്തസാക്ഷിയാകും സാബിത്തേ. വതദ്ഖുലുൽ ജന്ന, അങ്ങനെ നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കുമെന്ന് മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഈ സഹാബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹുവിന്റെ ശബ്ദം ഇച്ചിരി ഉയർച്ചയുള്ള ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ പയ്യെ പറയാൻ അറിയില്ല. നാട്ടുവർത്തമാനത്തിൽ പറഞ്ഞാൽ പയ്യെ പറഞ്ഞാൽ പറവൂര് കേൾക്കുന്ന സ്വഭാവമാണ്. വലിയ ഉയർന്ന ശബ്ദമാണ് സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ. അല്ലാഹുവിന്റെ റസൂലിനോട് ഹലഖ്തു യാ റസൂലല്ലാഹ് ഉറക്കെ പറയവേ ആ സമയത്താണ് ഖുർആനിലെടുത്ത ആയത്തിറങ്ങുന്നത്. യാ أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഓ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടുള്ളതല്ല. ഈ ആയത്തങ്ങ് ഇറങ്ങുമ്പോ ഈ ആയത്തിന്റെ അർത്ഥമേതാ? ഇന്നും മദീന റൗളയിലോട്ട് കടന്നു ചെന്നാൽ അല്ലാഹു നമുക്ക് അവിടെ കടന്നു ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിക്കുമാറാകട്ടെ. മദീന ഒരാഗ്രഹമാണ്, മദീന ഒരു സ്വപ്നമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലോട്ട് കടന്നു ചെല്ലുമ്പോ ഔലാ ഷരീഫിന്റെ മുകളിൽ ഇപ്പോഴും ഈ ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നേ വരെ സൗദി സർക്കാർ അത് മാറ്റിയിട്ടില്ല. മദീനയിലെത്തി, ആ മദീനയിലെത്തി സ്വപ്നനായകനെ കാണാനുള്ള ആഗ്രഹത്തോട് അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണണം, ഹബീബായ നബിയോട് എനിക്കൊന്ന് സലാം പറയണം. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ സലാമിനെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്. ജീവിക്കുന്നെങ്കിൽ ഹബീബിന് വേണ്ടി ജീവിക്കണം ചെറുപ്പക്കാരാ. മരിക്കുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് മരിക്കണം. ഉറങ്ങുന്നെങ്കിൽ പ്രവാചകനെ കിനാവ് കാണാൻ ഉറങ്ങണം. ഈ ജീവിതത്തിൽ ഇതിനെ കഴിഞ്ഞില്ലല്ലോ യാ റസൂലല്ലാഹ്. അങ്ങയെ കാണാൻ അബൂബക്കറിന്റെ സത്യസന്ധത ഞങ്ങൾക്കില്ല നബിയേ, ഉമറിന്റെ ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ലാളിത്യമില്ല നബിയേ, അലിയുടെ വിജ്ഞാനവും ഞങ്ങൾക്കില്ല നബിയേ. പിന്നെ ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതേതാ? യാ സയ്യിദ് സാദാതി ജിഅതുക കാസിദാ
അർജൂ റിളാക വഅഹ്തമി ബിഹിമാക. നബി അങ്ങയുടെ മനസ്സിനോടുള്ള അനുരാഗം ഹൃദയത്തിന്റെ ഉള്ളിൽ നിറച്ചു വെച്ച് അങ്ങയുടെ റൗളയിൽ വന്നൊരു സലാം പറയാ. എത്ര പ്രാവശ്യമാണ് നമ്മൾ കൊതിച്ചത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. മദീനയിലും മക്കയിലും എത്തണമെങ്കിൽ പണക്കാരനായത് കണ്ട് കഴിയില്ല. ചെരുപ്പ് കുത്തി എത്തിച്ച തമ്പുരാൻ കോടീശ്വരനെ എത്തിച്ചിട്ടില്ല. മക്കയിലും മദീനയിലും എത്താനുള്ള ഒരേ ഒരു പരിമിതി അത് ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. എപ്പോഴും അല്ലാഹുവോട് പറയണം, അല്ലാഹുവേ ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ പെങ്ങളെ. ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ദാരിദ്ര്യം വന്നാലും 5 വഖത്ത് നിസ്കരിക്കുമ്പോ ഓരോ പ്രാവശ്യവും കരളുരുകി പറയണം, അല്ലാഹുവേ എനിക്ക് മദീനയിലെത്തണം അല്ലാഹ്. ഹൃദയത്തിൽ ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, അത് മദീനയാണ്, മദീനയാണ്, മദീനയാണ്. മദീന കോ ജായേ ये दिल चाहता है, यही आरज़ू है, ये दिल चाहता है, मदीना को जाए ये दिल चाहता है. അല്ലാഹുവേ മനസ്സിൽ ഒരേ ഒരാഗ്രഹം എന്ന മദീനയാണ്. ഉറങ്ങുമ്പോഴും മദീന, ഉറക്കമുണരുമ്പോഴും മദീന. കാണേണ്ടത് മദീനയുടെ പ്രണയനായകനെ, ആയിഷയുടെ ഭർത്താവിനെ, ഫാത്തിമയുടെ പിതാവിനെ, ഹസൻ ഹുസൈന്റെ പിതാമകനെ, ഖാലിദിന്റെ സുഹൃത്തിനെ, അബൂബക്കർ സിദ്ദീഖിന്റെ സഹചാരിയെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പരിവർത്തനത്തിന്, ലോകത്തിന്റെ ഖൈബറിന്റെ നായകനെ, ഉഹദിന്റെ ശബ്ദത്തിനെ, ബദറിന്റെ നേതാവിനെ കാണേണ്ടത് ഹൃദയത്തിൽ കാണേണ്ടത്. അല്ലാഹുവേ കണ്ണടച്ചു തുറക്കുമ്പോ പാടേണ്ടത് ചെറുപ്പക്കാരാ ഇങ്ങനെയാണ്. അല്ലാഹുവേ കണ്ണിനുള്ളിൽ നീയാണ്, നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാ നീയാണ്, കണ്ണ് തുറന്നാ നീയാണ്. അല്ല അല്ല, അത് മലയാളത്തിന്റെ കാമപ്പേ കൂത്തിന്റെ പാട്ട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇഷ്കിന്റെ അനുരാഗത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ലോകത്തിന്റെ ആശിക്കീങ്ങൾ പാടിയത് അങ്ങനെയല്ല. അല്ലാഹുവേ യാ റബ്ബ് നസറുടെ തോ മദീന ദിഖായി ദേ, യാ റബ്ബ് നസറുടെ തോ മദീന ദിഖായി ദേ. അല്ലാഹുവേ കണ്ണ് തുറന്നപ്പോൾ ഞാൻ കണ്ടത് മദീനയാണ്, കണ്ണടച്ചപ്പോഴും കണ്ടത് മദീനയാണ്. ഉണർവിലും മദീന, ഉറക്കത്തിലും മദീന, സ്പന്ദനത്തിലും മദീന, ചേട്ടയിലും മദീന, നിശ്ചേട്ടയിലും മദീന, ആഗ്രഹത്തിലും മദീന, അഭിലാഷത്തിലും മദീന, അഭിവാഞ്ചയിലും മദീന. അല്ലാഹുവേ മദീനയല്ലാതെ ഹൃദയത്തിൽ ഒരു സ്വപ്നമില്ല. അവിടെയാണ് ആയിഷ ബീവി പട്ടിണി കിടന്നത്. എവിടെ നിന്നിട്ടാണോ ഇന്ന് ലോക ജനകോടികൾ സലാം പറയുന്നത്, അവിടെയാണ് പെങ്ങളെ ആയിഷ പട്ടിണി കിടന്നത്. അവിടെയാണ് ആയിഷ പട്ടിണി കൊണ്ട് പൊട്ടിക്കരന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കാണാൻ കടന്നു പോകുമ്പോ ബാബു ജിബ്രീലിലൂടെ കടന്ന് ഇടതുവശത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയാണ്. മെല്ലെ മെല്ലെ ലോകത്തിന്റെ നായകൻ കടന്നിറങ്ങിയ മദീനത്തുൽ മുനവ്വറയിലൂടെ നടന്നു പോകുന്ന വഴിയിൽ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം അതാ മിഹ്റാബു ആയിഷ, അതാ മിഹ്റാബു ആയിഷ. കാണേണ്ടത് പെണ്ണെ നൈനിറ്റാളല്ല, കാണേണ്ടത് ചിറാപുഞ്ചിയല്ല, കാണേണ്ടത് പാരീസ് അല്ല, കാണേണ്ടത് ലോസ് ആഞ്ചലസ് അല്ല, കാണേണ്ടത് എംപയർ സ്റ്റേറ്റ് മന്ദിരമല്ല, കാണേണ്ടത് സിംഗപ്പൂരല്ല, കാണേണ്ടത് മലേഷ്യയുടെ നാടകത്വമല്ല, കാണേണ്ടത് മദീനയാണ്, മദീനയാണ്, മദീനയാണ്. ബാബു ജിബ്രീലിലൂടെ കടക്ക് മുത്തുനബിയോട് സലാം പറയാൻ പോവ്. ഇടത് ഭാഗത്തൊരു തടിക്കട്ടിൽ കാണാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹാദാ മിഹ്റാബു ആയിഷ, ഇതാണ് ആയിഷ ബീവിയുടെ മിഹ്റാബ്. ഇതേപോലെ മരം കോച്ചുന്ന തണുപ്പത്ത് ആയിഷ റളിയല്ലാഹു തആല തഹജ്ജുദ് നിസ്കരിച്ചത് അവിടെയാണ്. ആയിഷ ബീവി തഹജ്ജുദ് നിസ്കരിച്ചത് അവിടെയാണ്. മുത്ത് റസൂൽ തഹജ്ജുദ് നിസ്കരിച്ചത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിസ്കരിച്ച് 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 കാലിൽ നീളതളം കെട്ടുമ്പോ കുണ്ഠിതയായ ഭാര്യ വിളിച്ചു ചോദിച്ചത് എന്തിനാണ് നബിയെ ഇനി കിടന്നുറങ്ങാറായില്ലേ എന്ന് ചോദിക്കുമ്പോ ആയിഷ സ്വർഗത്തിൽ പോകണ്ടേ, അള്ളാന്റെ മുമ്പിൽ നിൽക്കണ്ടേ, നന്ദിയുള്ള ദാസനാവണ്ടേ എന്ന് ലോക ചരിത്രത്തിനത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട്ട് പാടിയ, ലോകത്തിലെ ആളിത്യത്തെ പഠിപ്പിച്ചു കൊടുത്ത, സ്ത്രീയുടെ അവകാശങ്ങൾ ഉയർത്തിക്കൊടുത്ത, ജീവിതം പരലോകത്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിയെ എന്തിനാണ് ഞാൻ ഇത്ര വിവരിച്ചതെന്നറിയില്ല. പിന്നെ ഞാൻ
തിരുവഞ്ചാണ്ടി തിരിക്കാട് അഹമ്മദ് കബീർ എന്നാണ് പറയേണ്ടത്. ഓ നബിയെ ദിൽ മേ സബാൻ തേരേ ലിയേ, ദിൽ മേ സബാൻ തേരേ ലിയേ. എന്റെ ഈ ഹൃദയത്തിന് അങ്ങ് ഭാഷ തന്നത്, ഈ നാവിന് ഭാഷ തന്നത് അത് പ്രസംഗിക്കാനല്ല, അത് പ്രഭാഷണത്തിന്റെ ചക്രവർത്തിയാകാനല്ല. ദിൽ മേ സബാൻ തേരേ ലിയേ, അങ്ങ് ഈ ഭാഷ എനിക്ക് തന്നത് അങ്ങയെ കുറിച്ച് പറയാനാണ് നബിയെ. ജാൻ മേ ബദൻ മേ ജാൻ തുമാരേ ലിയേ, എന്റെ ഹൃദയത്തിന് പ്രാണനെ തന്നത്, എന്റെ ഹൃദയത്തിന് റൂഹിനെ തന്നത്, എന്റെ ഹൃദയത്തിന് അനക്കം തന്നത് അങ്ങയെ സ്നേഹിക്കാനാണ് തിരുദൂതരെ. യാ റസൂലല്ലാഹ്, ഇത് അനുരാഗിയുടെ അനുരാഗത്തിന്റെ അനിർവചനീയമായ ആന്തോളനത്തിന്റെ അത്ഭുതമായ പ്രവാഹമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലൂടെ കടന്നു ചെല്ലുമ്പോ, പച്ചക്കുപ്പ കാണുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറക്കറ കാണുമ്പോ, ആ ഉറക്കറയിൽ മുത്തു റസൂൽ ഉറങ്ങിക്കിടക്കുകയാണ്. മണ്ണ് തിന്നിട്ടില്ല തിരുശരീരം. വഫിൽ കബീരി ശരീഫി തറാഹു ഹയ്യാ അലൈഹി യുസറു ബിഹർ റസൂലു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മണ്ണ് തിന്നു എന്ന് പറഞ്ഞാൽ അത് അർബുദം ബാധിച്ച വിശ്വാസമാണ്. ഹബീബായ നബി തങ്ങളുടെ ശരീരം മണ്ണും പുഴുക്കളും തിന്നെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരം ബാധിച്ച, ലോകത്തിന്റെ ജീർണിച്ച ചിതരരിച്ച വിശ്വാസമാണ്. ഇല്ല ഇല്ല, ഹബീബായ മുത്തിനെ മണ്ണും പ്രണമിച്ചിട്ടേ ഉള്ളൂ, ആ മണ്ണും പ്രണയിച്ചിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് നബിയെ വഹീന്റെ നാദം ഏറ്റെടുത്ത ഈ ശരീരത്തെ മണ്ണ് തിന്നുക? വഫിൽ കബീരി ശരീഫി തറാഹു ഹയ്യാ അലൈഹി യുസറു ബിഹർ റസൂലു. ആ കബറിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് സലാം പറയാൻ പോകുമ്പോ മദീനയിലെ കാവൽ നിൽക്കുന്ന പോലീസുകാരന്റെ ശബ്ദവും ഇടറുന്നുവോ, അവന്റെ ശബ്ദം താഴുന്നുവോ? മദീനയിലെ റൗളക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരന് പോലെ ചെറിയ ശബ്ദമാണ്. എന്താണ് കാരണമെന്നറിയോ? അവന്റെ തലയുടെ മുകളിൽ റൗള ശരീഫിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല സഹാബ. അതുകൊണ്ട് ഇന്നും ഇവിടെ മദീന നിശബ്ദമാണ്, നിശബ്ദമാണ്, നിശബ്ദമാണ്. ഈ ആയത്തങ്ങൾ ഇറങ്ങിയപ്പോ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ആയത്ത് സാബിത്ത് ബിൻ ഖൈസിനെ കുറിച്ച് ഇറങ്ങിയതാണ് നബിയെ. എന്റെ ശബ്ദം അല്പം പരുക്കൻ ശബ്ദമാണ്. ഞാൻ അങ്ങയുടെ മുമ്പിൽ സംസാരിച്ചപ്പോ എന്റെ ശബ്ദമൊന്നു എന്നപ്പോ അങ്ങയുടെ പേരിൽ ആയത്തിറങ്ങി നബിയെ. അതുകൊണ്ട് ഇനി സാബിത്ത് ബിൻ ഖൈസ് പള്ളിയിലേക്കില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇതാണ് മുത്തുനബിയുടെ ജന്മദിനത്തിന്റെ സത്ത. ഓരോ ആയത്തുകളും ഇറങ്ങിയപ്പോ സഹാബത്ത് പറഞ്ഞു ഇതെന്നെ കുറിച്ചാ, ഇതെന്റെ സ്വഭാവത്തെ കുറിച്ചാ. നമ്മൾ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതിയിട്ടില്ലേ? എത്രയോ ആയത്തുകൾ നമ്മൾ ഓതിയതാ. ആ സമയത്തൊക്കെ ഓരോ ആയത്ത് കേൾക്കുമ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് അഹമ്മദ് കബീറിനെ കുറിച്ചാ, അല്ലെങ്കിൽ ഇത് ജവാദ് മന്നാനിയെ കുറിച്ചാ, അല്ലെങ്കിൽ ഇത് നൗഷാദ് സാഹിബിനെ കുറിച്ചാ, അതല്ലെങ്കിൽ ഇത് ബസ്രുദ്ദീൻ സാഹിബിനെ കുറിച്ചാ? പേരറിയുകയും അറിയാത്തവരും നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവേ ഈ ആയത്ത് എന്നെ കുറിച്ചിറങ്ങിയതാ. പെങ്ങളെ, അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ഖുർആൻ പരിവർത്തനം ഉണ്ടാവുക. എത്രയോ പ്രാവശ്യം നമ്മൾ ഓതിയിട്ടില്ലേ? വവൈലുൽ ലിൽ മുത്തഫിഫീൻ, കച്ചവടക്കാർക്കാണ് നരകമുള്ളത്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരനാണ് വൈലെന്ന നരകമുള്ളത്. കച്ചവടക്കാരായി ആയത്തോതുമ്പോൾ ഓർക്കണം, ഇതെന്നെ കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. ഇത് അല്ലാഹു എന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞതാ. എന്റെ കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാറുണ്ട്. ഓരോ ആയത്തോതുമ്പോഴും അത് നമ്മളെ കുറിച്ചാണ് ഓർക്കണേ പെങ്ങളെ. നിനക്കറിയാത്ത ഊഹാപോഹങ്ങൾ പറയരുത്. ഞാൻ അടുത്ത പെണ്ണിനെ കുറിച്ച് ഊഹാപോഹം പറഞ്ഞിട്ടുണ്ട്. ഗൾഫുകാരന്റെ ഭാര്യയെ കുറിച്ചിട്ട് ഞാൻ അപവാദം പറയാറുണ്ട്. നന്നായി ജീവിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ഞാൻ മോശമായി പറയാറുണ്ട്. ഇതെന്നോടാണ് പറയുന്നത്. വലാ
തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസൂലാ. നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും പടച്ചറപ്പിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാ. ഓരോ നീ പറഞ്ഞത്, നീ കേട്ടത്, നീ പ്രചരിപ്പിച്ചത്, നീ ഊഹം പറഞ്ഞത് പടച്ചറപ്പിന്റെ മുമ്പിൽ പറയാതെ സ്വർഗത്തിന് പോവില്ല. ഇതൊക്കെ ഓർമ്മ ചിന്തിക്കേണ്ട പടച്ചറബ്. അന്യന്റെ കുറ്റം പറയുന്ന സ്വഭാവം എനിക്കുണ്ട്. ഇതെന്നെ കുറിച്ചാണ് ഈ ആയത്തെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം നമുക്ക് വരിക.